സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ കടലാക്രമണം അതിരൂക്ഷം. തിരുവനന്തപുരം, കൊല്ലം തീരമേഖലയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി. കൊല്ലം ജില്ലയിൽ ഇരവിപുരം, ആലപ്പാട് മേഖലകളിലാണ് കടലാക്രമണം രൂക്ഷമായത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് 5 തെങ്ങ് പൂത്തുറയിൽ നിരവധി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നു. അതിനിടെ സംസ്ഥാനത്ത് വേനൽ ചൂട് കുറയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഇപ്പോൾ അറിയിക്കുന്നത്. രാത്രി മുതൽ കടലടി ഉണ്ടായിരുന്നു. നമ്മൾ സാധനങ്ങൾ വീട്ടിൽ ഉള്ളതുകൊണ്ടെങ്കിലും പോകാൻ പറ്റില്ല. പിള്ളേരെ മാത്രം സേഫ്റ്റി ആയിട്ട് ബന്ധുക്കളുടെ വീട്ടിൽ ഇട്ടായിരുന്നത് രാത്രി. പിന്നെ രാവിലെ ഒരു 7:30 മണിയായപ്പോഴാണ് ആ ടൈലും ജനലിന്റെ താഴെ ഉള്ളതെല്ലാം പൊട്ടി ഇങ്ങോട്ട് വീടിന്റെ അകത്തുകൂടെ കയറിയാണ് ഫ്രണ്ട് വരെ വന്നത്. കടല് നടു 12 മണി സമയമായപ്പോ ഭയങ്കരമായ ശക്തിയായിട്ട് കഴിച്ച് അമ്മ ഇവിടെ പെര കുറഞ്ഞിട്ട് വെള്ളം പോകാൻ ഇതിന്റെ അകത്തും കയറി അമ്മ തൈ കട്ടിൽ കിടന്നു. ഈ വയ്യാത്ത അമ്മ എവിടെ ഓടി ഇറങ്ങും മക്കളെ? വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരം പൂത്രയിൽ നിന്ന് അഖിൽ ഷായും ഒപ്പം കൊല്ലത്ത് നാർ അരുൺരാജും ചേരുന്നുണ്ട്. ആദ്യം അഖിൽ ഷായിലേക്കാണ്. അഖിൽ ഷാ, ഇത് ഒട്ടേറെ ആളുകളെ ബാധിച്ചിരിക്കുകയാണല്ലോ ഈ കടലാക്രമണം. നിലവിലെന്താണ് പൂത്തുറയിലെ സ്ഥിതി? എന്തൊക്കെയാണ് വിവരങ്ങൾ അഖിൽ ഷാ? ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് 5 തെങ്ങ് പൂത്തുറയിലാണ്. പൂത്തുറ നമുക്കറിയുന്നത് പോലെ തന്നെ ഈ കടലാക്രമണമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്. ഇത്തരത്തിൽ ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നലെ രാത്രി കടലാക്രമണം ഈ മേഖലയിൽ ശക്തമായിരുന്നു. അത് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് ഈ പൂത്തുറയിലെ ഈ ബീച്ച് ഭാഗമാണ്. അവിടെ നമുക്ക് കാണുന്നത് പോലെ തന്നെ ഈ കുറച്ച് അല്പസമയം മുമ്പാണ് കടല് വീണ്ടും രാത്രിത്തെക്കാളും വീണ്ടും ഒന്നുകൂടി ശക്തമായിട്ടുണ്ട്. ഇന്നലെ രാത്രി ഈ കടലടിച്ചതിന് പിന്നാലെ ഒരു വീടിന്റെ പുറകുവശം തകർന്ന നിലയിലായിട്ടുണ്ട്. ആ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഈ വീടിന്റെ മതിലുകൾ ഇടിയുന്ന സാഹചര്യം, അതുപോലെ തന്നെ വീടിന്റെ പുറകുവശം, അതായത് അടുക്കള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഇത്തരത്തിൽ ഇടിഞ്ഞു പോകുന്ന സാഹചര്യമൊക്കെ ഈ പ്രദേശത്തുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഇവർ ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്നത്, പ്രത്യേകിച്ച് ഈ പെരുമാതുറ പാലത്തിനപ്പുറത്ത് താമസിക്കുന്നവർ ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം, മുതലപ്പുഴയിൽ പുലിമുട്ട് സ്ഥാപിച്ചു, അതായത് മുതലപ്പുഴി മത്സ്യബന്ധന തുറമുഖത്തിനായി പുലിമുട്ട് സ്ഥാപിച്ചതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ എപ്പോൾ കടലാക്രമണം അല്ലെങ്കിൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ വന്നാൽ തന്നെ കടലാക്രമണം ഉണ്ടാകുന്നു. കടലാക്രമണം ഉണ്ടായാൽ അത് ഈ കടലിലെ തിരമാല അടിച്ച് വീടുകൾക്കുള്ളിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമ്മൾ ഇപ്പോഴുള്ളത് ഇവിടെ നിലവിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ 5 തെങ്ങ് പൂത്തുറയിലെ ഒരു വീട്ടിലാണ്. ഈ വീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ വരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്ന വീടായിരുന്നില്ല. പക്ഷെ ഇന്നലെ രാത്രി കടൽ അത് അതിശക്തമായി അടിച്ചു. ആ ശക്തമായ തിരമാലയിൽ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്നത് നമുക്കിപ്പോൾ ഈ കാഴ്ചകളിൽ കാണുന്നത് പോലെ തന്നെ കടലിൽ നിന്ന് വെള്ളം തിരമാല. അഖിൽ ഷാ അൻസാറാണ് ഇപ്പോൾ പൂത്രയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി വീടുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. ആ വീടുകളിലെ സ്ഥിതി എന്താണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. അഖിൽ ഷാ അൻസാർ തുടരുന്നുണ്ട്. അഖിൽ ഷാ, പറയൂ. അഖിൽ ഷായിലേക്ക് എത്താം. ഇപ്പോൾ കൊല്ലത്ത് നാർ അരുൺരാജ് ചേരുന്നുണ്ട്. അരുൺ, കൊല്ലത്തെ ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ ഈ കടലാക്രമണം രൂക്ഷമായിട്ടുള്ളത്? അരുൺ. ഉന്മേഷ, കൊല്ലം തീരദേശ മേഖലയായ വെടിക്കുന്ന്, മുണ്ടക്കൽ, ഇരവിപുരം പ്രദേശങ്ങളിലാണ് ഈ കടലാക്രമണം ഇന്നലെ രാത്രിയോടെ ഉണ്ടായത്. പുലർച്ചെയോടെ കരുനാഗപ്പള്ളി, ആലപ്പാട് ഭാഗങ്ങളിലും കടൽക്ഷോഭം അനുഭവപ്പെട്ടു എന്നുള്ളതാണ് പ്രദേശവാസികളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മീൻപിടുത്ത ബോട്ടുകളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രിയോടെ തുടങ്ങിയ കടലാക്രമണം ഇന്ന് പുലർച്ചെ വരെ തുടരുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ അപാകതയാണ് ഇത്തരത്തിൽ കടലിലെ ചെറിയ മാറ്റങ്ങളിൽ പോലും ഇത്തരത്തിലെ രൂക്ഷമായ കടൽക്ഷോഭത്തിലേക്ക് നയിക്കുന്നത് എന്നതാണ് മത്സ്യബന്ധന തൊഴിലാളികൾ നൽകുന്ന വിവരം. പല പ്രദേശങ്ങളിലും ഇപ്പോൾ ഈ കടൽ എടുത്ത മേഖലകളിലടക്കം വീണ്ടും ഈ കടൽ കയറുന്നതായ സ്ഥിതി ഇപ്പോഴുമുണ്ട്. എന്തായാലും നിലവിൽ ആളുകളെല്ലാം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിരിക്കുകയാണ്. അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അഖിൽ ഷാ അൻസാർ ഇപ്പോൾ പൂത്തുറയിൽ നിന്ന് വീണ്ടും ചേരുന്നുണ്ട്. അവിടെ ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ എന്തെങ്കിലുമൊക്കെ നടപടിക്രമങ്ങൾ അധികൃതർ നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് വീടുകളിലൊക്കെ വെള്ളം കയറിയ സ്ഥിതിക്ക് അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ടോ? ആ നിലയ്ക്കുള്ള നടപടികൾ കൂടി, പ്രശ്നപരിഹാര നടപടികൾ കൂടി അവിടെ ഉണ്ടാകുന്നുണ്ടോ ഇപ്പോൾ അഖിൽ ഷാ?
ഉന്മേഷ്, ഇന്നലെ രാത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ഇടപെടലുകൾ നമ്മൾ ഇവരൊക്കെ ഈ അധികൃതരുമായി ബന്ധപ്പെട്ടവരൊക്കെ നടത്തിയിരുന്നു. നമ്മൾ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും കൊടുത്തതാണ്. ഇന്നലെ രാത്രിയാണ് ഏറ്റവും കൂടുതൽ തിരമാല ഇങ്ങോട്ടേക്ക് അടിച്ചു കയറുന്നത്. നിരവധി വീടുകൾ, ഈ ഒരു വീടല്ല, ഈ പ്രദേശത്തെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ബാധിച്ചൊരു വീട്, അത് നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആ വീടിന്റെ പുറകുവശം ഒന്നടങ്കം തകർന്നു പോകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇത് സ്ഥിരമായി ഉണ്ടാകുന്നതാണോ? സ്ഥിരമായിട്ടെന്ന് വെച്ചിരുന്ന ഈ വേലയേറ്റം വരുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം സ്ഥിരമായിട്ട് അങ്ങനെ ഇല്ല. പക്ഷെ ഈ ഹാർബറിന്റെ മുട്ട് വന്നതിന് ശേഷമാണ് ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ വീടുകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയത്. തന്നെ ഈ വീടിനുള്ളിൽ സാധനം ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അഖിൽഷാൻ സാറാണ് വിവരങ്ങൾ നൽകിയത്. പൂത്തുറയിലാണ്, തിരുവനന്തപുരത്തിന്റെ തീരമേഖലയായ പൂത്തുറയിലാണ് കടലാക്രമണം അതിരൂക്ഷമായിട്ടുള്ളത്. ഒട്ടനവധി വീടുകളിൽ അവിടെ വെള്ളം കയറിയിട്ടുണ്ട്. കൊല്ലത്തുമുണ്ട് കടലാക്രമണം.